ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റിച്ച് വിത്ത് സിമി. ഇന്ന് നമുക്ക് 3D ആയിട്ടൊരു ക്യാറ്റിൻ്റെ ഇമേജ് ഇതുപോലെ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു സ്ട്രെച്ച്ഡ് ക്യാൻവാസ്, പിന്നെ ആർട്ടിസ്റ്റ് ജെസ്സോ, സ്കൾപ്ചർ പേസ്റ്റ്, അക്രിലിക് പെയിൻറ്റ് ആൻഡ് പെയിൻറ്റിംഗ് ബ്രഷസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ക്യാറ്റിൻ്റെ ഇമേജ് ക്യാൻവാസിൽ വരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അക്രിലിക് പെയിൻറ്റിങ് ഓഫ് ക്യാറ്റ് 2 ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ്? ഇവിടെ നമ്മൾ 3D ആയിട്ടാണ് ക്യാറ്റിൻ്റെ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആർട്ടിസ്റ്റ് ജെസ്സോ, സ്കൾപ്ചർ പേസ്റ്റ്. ഇനി നമുക്ക് സ്കൾപ്ചർ പേസ്റ്റ് യൂസ് ചെയ്ത് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാലറ്റ് നൈഫ് വെച്ച് നമ്മുടെ പ്ലാസ്റ്റിക് മെഷിൻ്റെ പുറത്തേക്കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മെഷ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡിസൈഡ് ടെക്സ്ചർ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിന് പെയിൻ്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയതിന് ശേഷം ജെസ്സോ ഉപയോഗിച്ച് നമുക്ക് 3D പ്രൊജക്ഷൻസ് ചെയ്ത് കൊടുക്കണം. അതിന് ജെസ്സോ ഒരു പ്ലാസ്റ്റിക് സിപ്ലോക്ക് പൗച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കോൺ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ജെസ്സോ വെച്ചിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഒരു ഫ്ലാറ്റ് ബ്രഷും പോയിൻറ്റ് ബ്രഷും യൂസ് ചെയ്ത് ഫറിൻ്റെ ടെക്സ്ചർ ചെയ്തെടുക്കുകയാണ് ഇവിടെ. ക്രിസ്മസ് ബോൾസും സിമിലർ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. 3D ഔട്ട്ലൈനർ യൂസ് ചെയ്ത് ക്രിസ്മസ് ട്രീയുടെ ബ്രാഞ്ചസ് വരച്ചെടുക്കാം. ജെസ്സോ കംപ്ലീറ്റ്ലി ഡ്രൈ ആയ ശേഷം മാത്രം പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 or 2 days വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ബ്രാഞ്ചസ് ആൻഡ് ലീവ്സിന് ഗ്രീൻ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് ഡെക്കറേഷൻ ബോൾസിന് ഷൈൻ കിട്ടാനായി മെറ്റാലിക് പെയിൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ക്രിസ്മസ് ഡെക്കറേഷൻ ബോൾസിന് ഒരു എക്സ്ട്രാ ഷൈൻ കിട്ടാനായി നമ്മൾ ഗോൾഡ് ആൻഡ് സിൽവർ ഫോയിൽ പേപ്പർ വയ്ക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഗിൽഡിംഗ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫോയിൽ പേപ്പറിന് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന ഗ്ലൂ ആണിത്. വേറൊരു ഗ്ലൂവും ഫോയിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് 15 minutes വെച്ചതിന് ശേഷം മാത്രം ഗോൾഡ് ഫോയിൽ, സിൽവർ ഫോയിൽ വയ്ക്കാവുന്നതാണ്. എക്സ്ട്രാ ഏരിയാസിലെ ഫോയിൽ ഒരു ബ്രഷ് വെച്ച് റബ്ബ് ചെയ്ത് നീക്കുക.